കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശിഷ്യഗണങ്ങളുടെ ഇടയിലുണ്ടായിരുന്ന രണ്ട് പ്രധാനപ്പെട്ട സംശയങ്ങൾ വളരെ ശ്രദ്ധേയമാണ്. ആ രണ്ട് പ്രധാനപ്പെട്ട സംശയങ്ങളും അവരിൽ ആരാണ് വലിയവൻ എന്നുള്ളതിനെ സംബന്ധിച്ചുള്ളതാണ്. രണ്ട് സന്ദർഭങ്ങളിലാണെന്ന് മാത്രം. ഒന്നാമത്തേത്, തങ്ങളുടെ കൂട്ടത്തിൽ ആരാണ് വലിയവൻ. ലൂക്കോസിൻ്റെ സുവിശേഷം 22-ാം അധ്യായം 24 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നാം അത് കാണുന്നുണ്ട്. തങ്ങളുടെ കൂട്ടത്തിൽ ആരെയാകുന്നു വലിയവനായി എണ്ണേണ്ടത് എന്നതിനെ ചൊല്ലി ഒരു തർക്കവും അവരുടെ ഇടയിൽ ഉണ്ടായി. രണ്ടാമത്തേത്, സ്വർഗരാജ്യത്തിൽ ആരാകുന്നു വലിയവൻ. അത് മത്തായി സുവിശേഷം 18-ാം അധ്യായത്തിൻ്റെ ആരംഭവാക്യങ്ങളിൽ നാം കാണുന്നുണ്ട്. ആ നാഴികയിൽ ശിഷ്യന്മാർ യേശുവിൻ്റെ അടുക്കെ വന്നു, സ്വർഗരാജ്യത്തിൽ ഏറ്റവും വലിയവൻ ആർ എന്ന് ചോദിച്ചു. ഈ രണ്ട് സന്ദർഭങ്ങളിലും കാര്യം ഒന്ന് തന്നെയാണ്. വലിയവൻ ആരാണ്? ഒന്ന്, ഈ ഭൂമിയിൽ തങ്ങളുടെ കൂട്ടത്തിൽ ആരാണ് ഏറ്റവും വലിയവൻ. രണ്ടാമത്തെ സംശയം, സ്വർഗരാജ്യത്തിൽ ചെല്ലുമ്പോൾ ആരാണ് ഏറ്റവും വലിയവർ. നോക്കണം അവരുടെ ആ ചിന്തകൾ പോകുന്നതായ ഒരു രീതി. അത് ഈ ഭൂമിയിലായിരുന്നാലും സ്വർഗത്തിലായിരുന്നാലും വലിയവരാകണം എന്നുള്ളതായൊരു ചിന്ത ശിഷ്യന്മാരുടെ മനസ്സിലുണ്ടാവുകയാണ്. ഇത് വാസ്തവത്തിൽ ചെറുപ്പം മുതൽ മനുഷ്യരിൽ കണ്ടുവരുന്നതായ ഒരു വലിയ സ്വഭാവമാണ്. ചെറുപ്പകാലം മുതൽ കുഞ്ഞുങ്ങളെ നാം പറഞ്ഞു പഠിപ്പിക്കുന്നത് എന്താണ്? നിങ്ങൾ വളർന്നു വരുമ്പോൾ മറ്റുള്ളവരെക്കാൾ ഏറ്റവും ഉന്നതരായി തീരണം. അതുകൊണ്ട് കുഞ്ഞുങ്ങളുടെ മനസ്സിൽ ആ ഒരു ചിന്താഗതി വേരൂന്നിയിരിക്കുകയാണ്. വളർന്നു വരുമ്പോൾ എനിക്ക് എല്ലാവരെക്കാളും ഉന്നതരായി തീരണം. നമ്മുടെ ചുറ്റുപാടുകളിലേക്കൊന്ന് കണ്ണോടിച്ചാൽ
ഈ ഉന്നതരാകുവാനായിട്ടുള്ള, വലിയവരാകുവാനായിട്ടുള്ള വലിയ മത്സരമാണ് നാം കാണുന്നത് എന്ന് മനസ്സിലാക്കാൻ കഴിയും. എപ്പോഴും നാം കാണുന്നതാണ് രാഷ്ട്രീയ മണ്ഡലം. അവിടെ വലിയവരാകാനുള്ള ആളുകളുടെ തിക്കും തിരക്കുമാണ് എല്ലാ സമയത്തും. പാർട്ടികളിൽ വലിയവരാകുവാൻ, മന്ത്രിസ്ഥാനത്തിലൂടെ വലിയവരാകുവാൻ, ഭരണകർത്താക്കളാകുവാൻ, ഉദ്യോഗസ്ഥ വൃന്ദങ്ങളിൽ ഏറ്റവും വലിയവരാകുവാൻ, അങ്ങനെയൊക്കെ മനുഷ്യരെ ഏറ്റവും വലിയവരാകുവാനായിട്ട് ശ്രമിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ചുറ്റുപാടുകളിൽ നാം കാണും. ഓരോരുത്തരുടെയും മനസ്സിലുള്ള ചിന്താഗതി ഇതാണ്: ഞാൻ മറ്റുള്ളവരെക്കാളൊക്കെ ഏറ്റവും വലിയവനാകണം, മറ്റുള്ളവരെല്ലാം എന്നേക്കാൾ താണവരായിരിക്കണം, താണപടിയിലായിരിക്കണം. അതുകൊണ്ട് മനുഷ്യൻ തന്നെത്താൻ ഉയർത്തുവാൻ ശ്രമിക്കുന്നു. ശിഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം ഈ പ്രധാനപ്പെട്ട സംശയം അവർ കർത്താവിനോട് ചോദിക്കുകയാണ്. ഈ ലോകത്തിൽ ആരാണ് ഏറ്റവും വലിയവർ? സ്വർഗരാജ്യത്തിൽ ആരാണ് ഏറ്റവും വലിയവർ? ഈ രണ്ട് സന്ദർഭങ്ങളിലും കർത്താവ് അവർക്ക് നൽകുന്നതായ മറുപടി വളരെയധികം ചിന്തനീയമാണ്. ഈ ലോകത്തിൽ ആരാണ് ഏറ്റവും വലിയവർ, തങ്ങളുടെ കൂട്ടത്തിൽ ആരെയാണ് വലിയവനായി എണ്ണേണ്ടുന്നത് എന്നുള്ളതായ തർക്കമുണ്ടാകുമ്പോൾ ആ സന്ദർഭം കൂടെ നാം ഒന്ന് ചിന്തിച്ച് നോക്കണം. കർത്താവായ യേശുക്രിസ്തുവിനെ ഗത്സമന തോട്ടത്തിൽ വെച്ച് റോമൻ പടയാളികൾ കയ്യേൽക്കുന്നതിൻ്റെ തൊട്ട് മുൻപാണ് ഈ തർക്കമുണ്ടാകുന്നത്. അവർക്ക് തങ്ങളുടെ ഗുരുവിനെ പടയാളികൾ പിടികൂടാൻ പോകുന്നു എന്നുള്ളതൊന്നും അല്ല പ്രശ്നം. ഈ ലോകത്തിൻ്റെ പാപം ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടായി വന്ന കർത്താവായ യേശുക്രിസ്തുവിനെ റോമൻ പടയാളികൾ കയ്യേൽക്കുന്നതായ നിമിഷം അടുത്തു വരുന്നു എന്നുള്ളതൊന്നും അവർക്ക് വിഷയമേ അല്ല. അവരുടെ തർക്കമെന്താണ്? തങ്ങളുടെ കൂട്ടത്തിൽ ആരെയാകുന്നു വലിയവനായി എണ്ണേണ്ടുന്നത്. അതുകൊണ്ട് കർത്താവ് അവർക്ക് നൽകുന്നതായ മറുപടി എന്താണ്? 26-ാം വാക്യത്തിൽ നാം കാണുന്നത്, നിങ്ങൾ വലിയവൻ ഇളയവനെപ്പോലെയും നായകൻ ശുശ്രൂഷിക്കുന്നവനെപ്പോലെയും ആകണം. അർത്ഥാൽ ഒരു ദാസനെ പോലെ നാം ഇറങ്ങി വരണം. കർത്താവ് തൻ്റെ ജീവിതത്തിലൂടെ അത് നമുക്ക് കാണിച്ചു തന്നു. ഒരു ദാസനെപ്പോലെ എങ്ങനെ താഴ്മ ധരിക്കാമെന്നും എങ്ങനെ താണിറങ്ങി വരാമെന്നും അവിടുന്ന് നമുക്ക് കാണിച്ചു തന്നു. ഇത് പറയുമ്പോൾ നാം രാവിലെ കേട്ടതായ ആ പാട്ടിൻ്റെ ചരണമാണ് എൻ്റെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത്. അതിങ്ങനെയാണ്: ദാസനെ പോലെ സേവയെ ചെയ്ത ദൈവത്തിന്നേകജാതനെ വാസം ചെയ്യണം ഈ നിൻവിനയം എൻ്റെ ഉള്ളിലും രാജനെ. വാസം ചെയ്യണം ഈ നിൻവിനയം എൻ്റെ ഉള്ളിലും രാജനെ. ദാസനെ പോലെ ഇറങ്ങി വരുവാൻ നമുക്ക് സാധിക്കണം. നമ്മളിപ്പോഴും ഏറ്റവും ഉന്നത സ്ഥാനത്തിരിക്കുകയാണ്. താണിറങ്ങി വരാൻ നമുക്ക് സാധിക്കുന്നില്ല. നമ്മുടെ മനസ്സുകൊണ്ട് നമ്മൾ ഏറ്റവും ഉന്നത സ്ഥാനത്തിരിക്കുകയാണ്. ഞാൻ വിചാരിക്കുന്നു ഞാനാണ് ഏറ്റവും വലിയവൻ, മറ്റുള്ളവരെക്കാൾ ഞാനാണ് ഏറ്റവും ശ്രേഷ്ഠൻ എന്ന് ഞാൻ വിചാരിക്കുന്നു. താണിറങ്ങി വരാൻ എനിക്ക് സാധിക്കുന്നില്ല. ഈ ലോകത്തിലെ എല്ലാ പ്രശ്നങ്ങളുടെയും കാരണം ഇതാണ്. ആരാണ് വലിയവൻ എന്നുള്ള തർക്കമാണ് ലോകത്തിലെ എല്ലാ പ്രശ്നങ്ങളുടെയും കാരണം. ലോകരാഷ്ട്രങ്ങളെടുത്താൽ യുദ്ധങ്ങളുടെ കാരണം അതുതന്നെയാണ്. ആരാണ് കേമൻ, ആരാണ് വലിയവൻ? താണിറങ്ങി വരാൻ ആർക്കും സാധിക്കുന്നില്ല, താഴ്മ ധരിക്കുവാൻ ആർക്കും സാധിക്കുന്നില്ല. ശിഷ്യന്മാർ അത് തന്നെയാണ് കർത്താവിനോട് ചോദിക്കുന്നത്: കർത്താവേ, ഞങ്ങളുടെ കൂട്ടത്തിൽ ആരാണ് ഏറ്റവും വലിയവൻ? അത് ഈ ഭൂമിയിലുള്ളത്. രണ്ടാമത്തേത് നാം വായിക്കുന്നത് മത്തായി സുവിശേഷം 18-ാം അധ്യായത്തിൻ്റെ ആരംഭവാക്യത്തിലാണ്. ആ നാഴികയിൽ ശിഷ്യന്മാർ യേശുവിൻ്റെ അടുക്കെ വന്നു, സ്വർഗരാജ്യത്തിൽ ഏറ്റവും വലിയവൻ ആർ എന്ന് ചോദിച്ചു. നോക്കണം അവരുടെ സംശയം പോകുന്നത്. ഈ ലോകത്തിൽ വലിയവൻ ആരെന്നുള്ളത് സ്വാഭാവികമായിട്ടും നമുക്ക് ചിന്തിക്കാവുന്ന കാര്യമാണ്, എല്ലാവരും ചിന്തിക്കുന്ന ഒരു കാര്യമാണ്. എന്നാൽ ശിഷ്യന്മാർ അതിനേക്കാൾ അപ്പുറം കടന്നു ചിന്തിക്കുകയാണ്. സ്വർഗരാജ്യത്തിൽ കർത്താവേ, ആരാണ് ഏറ്റവും വലിയവർ? അവിടെ കർത്താവ് കൊടുക്കുന്നതായ മറുപടി ഒരു ശിശുവിനെ അവരുടെ മുൻപിൽ നിർത്തി. എന്നിട്ട് അവരോട് പറയുകയാണ്, നിങ്ങൾ തിരിഞ്ഞ് ഈ ശിശുവിനെ പോലെ ആയി വരുന്നില്ല എങ്കിൽ സ്വർഗരാജ്യത്തിൽ കടക്കയില്ല. കൃത്യമായി കർത്താവ് പറയുകയാണ്, നിങ്ങൾക്ക് സ്വർഗരാജ്യത്തിൽ പ്രവേശനം ലഭിക്കണമെങ്കിൽ നിങ്ങൾ തിരിഞ്ഞ് ശിശുവിനെ പോലെ ആയി വരണം.
ശിശുവിൻ്റെ നിഷ്കളങ്കത നിങ്ങൾക്കുണ്ടാകണം. നമുക്കറിയാം ഒരു ശിശുവിൻ്റെ മനസ്സിൽ എത്രമാത്രം നിഷ്കളങ്കമായ ചിന്താഗതിയാണുള്ളത്. ഈ ലോകത്തിൻ്റേതായിട്ടുള്ള യാതൊരു കാര്യങ്ങളും അറിയാതെ വളരെ നിഷ്കളങ്കമായൊരു മനസ്സോടുകൂടി നിൽക്കുന്നതായ ഒരു ശിശുവിനെ നമ്മുടെ മനസ്സിലൊന്ന് കാണുകയാണെങ്കിൽ അത്രമാത്രം നാം തിരിഞ്ഞു വരണം എന്നാണ് കർത്താവ് ശിഷ്യന്മാരോട് പറയുന്നത്. നമ്മുടെ മനസ്സിൽ എപ്പോഴും വൈരാഗ്യബുദ്ധിയും കോപവും ദേഷ്യവും പിണക്കവും അസൂയയും അതുപോലെയുള്ളതായ എല്ലാ ദുഷ്ചിന്തകളും നമ്മുടെ മനസ്സിലിരിക്കുമ്പോൾ എങ്ങനെ ഒരു ശിശുവിനെ പോലെ നമുക്ക് തിരിഞ്ഞു വരാനായിട്ട് സാധിക്കും? നമ്മുടെ ചുറ്റുപാടിൽ നടക്കുന്ന എല്ലാ പ്രശ്നങ്ങളുടെയും കാരണം എന്താണ്? ഈ വല്ലാത്ത കോപവും ദേഷ്യവും ഒക്കെ അല്ലേ പ്രിയമുള്ളവരെ? എത്രയോ ഭീകരങ്ങളായ സംഭവങ്ങൾ നാം ദിവസേന മാധ്യമങ്ങളിലൂടെ കാണുന്നു. എത്രയോ ഭയങ്കരമായ കൊലപാതകങ്ങൾ നാം കാണുന്നു. എന്തെല്ലാം പ്രശ്നങ്ങൾ നാം ദിവസേന കണ്ടുകൊണ്ടിരിക്കുന്നു. ഇതിൻ്റെ എല്ലാം കാരണം എന്താണ്? താഴ്മ ധരിക്കുവാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. നിങ്ങൾ തിരിഞ്ഞ് ശിശുവിനെ പോലെ ആയി വരണം. വിശ്വാസികളാണെങ്കിൽ ദൈവവചനം നമ്മോട് പറയുകയാണ്, നീ സ്വർഗരാജ്യത്തിന് അവകാശിയാകണമെങ്കിൽ ശിശുവിനെ പോലെ തിരിഞ്ഞു വരണം, താഴ്മ ധരിക്കണം, നിഷ്കളങ്ക മനസ്സുണ്ടാകണം. അങ്ങനെ നാം ദൈവസന്നിധിയിൽ നമ്മെ തന്നെ താഴ്ത്തി ഏൽപ്പിക്കുമ്പോൾ നാം സ്വർഗരാജ്യത്തിൽ ഏറ്റവും വലിയവരായി തീരും. രണ്ട് കാര്യങ്ങൾ ശിഷ്യന്മാർ ചോദിച്ചു, കർത്താവേ, ഈ ലോകത്തിൽ ഞങ്ങളിൽ ആരാണ് ഏറ്റവും വലിയവർ? രണ്ടാമത്തേത്, സ്വർഗരാജ്യത്തിൽ ഞങ്ങളിൽ ആരാണ് ഏറ്റവും വലിയവർ? രണ്ടിനും കർത്താവ് മറുപടി നൽകി. ഒന്നാമത് പറയുന്നു, ഈ ലോകത്തിൽ നീ ശുശ്രൂഷിക്കുന്നവനെ പോലെ താഴ്മ ധരിച്ചിറങ്ങി വരണം. രണ്ടാമത്, നീ ഒരു ശിശുവിനെ പോലെ തിരിഞ്ഞു വരുന്നുവെങ്കിൽ സ്വർഗരാജ്യത്തിൽ നീ ഏറ്റവും വലിയവനായിത്തീരും. ഇന്നത്തെ ദിവസം നമുക്ക് നമ്മെ തന്നെ ഒന്ന് ശോധന ചെയ്ത് ഈ നിലയിൽ നമ്മെ തന്നെ താണിറങ്ങി വരുവാൻ, ഞാൻ ഏറ്റവും വലിയവനാണെന്നും മറ്റുള്ളവരെക്കാൾ ഞാൻ ഉന്നതനാണെന്നുമുള്ള ഭാവമെല്ലാം വെടിഞ്ഞിട്ട് ശുശ്രൂഷിക്കുന്നവനെ പോലെ താണിറങ്ങി വരുവാൻ നമ്മുടെ മനസ്സുകൊണ്ട് ഒരു തീരുമാനമെടുക്കുവാൻ നമുക്കിടയായിത്തീരട്ടെ. അങ്ങനെ നാം ഈ ലോകത്തിൽ നമ്മെ തന്നെ താഴ്ത്തുന്നതിലൂടെ ദൈവമുൻപാകെ ശ്രേഷ്ഠരായിട്ട് ഉയരുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. അതേപോലെ തന്നെ ശിശുക്കളെപ്പോലെ തിരിഞ്ഞു വരുവാൻ നമുക്കിടയായിത്തീരട്ടെ. നമ്മുടെ മനസ്സിലുള്ളതായ എല്ലാ ദേഷ്യവും കോപവും വാഗ്വാദവും ഭിന്നതയും അസൂയയും എല്ലാം മാറിയിട്ട് ശിശുക്കളെപ്പോലെയുള്ള ഒരു നിഷ്കളങ്ക മനസ്സിൻ്റെ ഉടമകളായിട്ട് ദൈവസന്നിധിയിൽ നമ്മെ തന്നെ താഴ്ത്തുവാൻ നമുക്കിടയായിത്തീരട്ടെ. അപ്പോൾ നാം ദൈവരാജ്യത്തിൽ ഏറ്റവും ഉന്നതരായിത്തീരും. ഈ നിലകളിൽ നമ്മെ തന്നെ ദൈവമുൻപാകെ സമർപ്പിക്കാൻ കർത്താവ് സഹായിക്കട്ടെ. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. ക്രിസ്തുയേശുവിലൂടെ അതിവാത്സല്യമായി ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവാ നല്ല ദൈവമേ, അനുഗ്രഹകരമായ ഈ പ്രഭാതത്തിനായി ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവെ, പലപ്പോഴും ഞങ്ങളെ തന്നെ ഉയർത്തുവാൻ ആഗ്രഹിക്കുന്നു. മറ്റുള്ളവരുടെ മുൻപാകെ ഞങ്ങളെ വലിയവരാക്കി കാണിക്കുവാൻ ഞങ്ങൾ ശ്രമിക്കുന്നു. എന്നാൽ ഞങ്ങളെ തന്നെ താഴ്ത്തുവാൻ ഞങ്ങളെ സഹായിക്കണമേ. അവിടുന്ന് ഞങ്ങൾക്ക് കാണിച്ചു തന്ന ആ വലിയ മാതൃക, ദൈവരൂപത്തിലിരുന്നവൻ ദൈവത്തോടുള്ള സമത്വം വേണ്ട എന്ന് വെച്ചിട്ട് ഈ താണലോകത്തിലേക്ക് ഏറ്റവും താണിറങ്ങി വന്ന് ഏറ്റവും വലിയ താഴ്മ ഞങ്ങളെ കാണിച്ചത് ഞങ്ങളുടെ ജീവിതത്തിൽ പകർത്തുവാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. താഴ്മ ധരിക്കുവാൻ ഞങ്ങളെ അനുവദിക്കണമേ കർത്താവേ. ഞങ്ങൾ സ്വയം ഉയരുവാനല്ല, ഞങ്ങളെ തന്നെ ഞങ്ങൾ താഴ്ത്തി അവിടുത്തെ മുൻപാകെ നടക്കുവാൻ ഞങ്ങളെ ഇടയാക്കണമേ. ഞങ്ങൾ കേട്ടതുപോലെ കർത്താവെ, ശുശ്രൂഷിക്കുന്നവരെ പോലെ താഴ്മ ധരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ശിശുക്കളെപ്പോലെയുള്ള നിഷ്കളങ്ക മനസ്സിൻ്റെ ഉടമകളായി തീരുവാൻ ഞങ്ങളെ ഇടയാക്കണമേ. ഇന്നത്തെ ഈ ധ്യാനം അതിന് ഞങ്ങളെ സഹായിക്കട്ടെ. കർത്താവെ, ഈ ശുശ്രൂഷയിൽ സംബന്ധിച്ച് എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിച്ചാട്ടെ. അവിടുന്ന് അങ്ങനെ ചെയ്തതിനായി ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇന്നത്തെ ദിവസം ഞങ്ങൾക്ക് അനുഗ്രഹമാക്കി തരണമേ കർത്താവെ. ഞങ്ങളുടെ പ്രാർത്ഥന അവിടുന്ന് കേട്ടതിനായി സ്തോത്രം. ഞങ്ങളുടെ കർത്താവ് രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ ധന്യമായ നാമത്തിൽ തന്നെ ആമേൻ.